സൂരജ് ലാമ എന്ന ഒരു അന്യസംസ്ഥാനക്കാരനായ മനുഷ്യൻ, വന്യവയോധികൻ, അദ്ദേഹം ഒരു കാട്ടിൽ മരിച്ചു കിടന്നു. കാടെന്ന് പറഞ്ഞാൽ HMTയുടെ ഭാഗത്തുള്ള കാടാണ്. അവിടെ കുറച്ച് കാടുകളുണ്ട്. അവിടെ ഈ മനുഷ്യനെ യഥാർത്ഥത്തിൽ കുവൈറ്റിൽ നിന്ന് അവർ ഡീപ്പോർട്ട് ചെയ്തതാണ്. അവർ ഡീപ്പോർട്ട് ചെയ്തപ്പോൾ അവർ ചെയ്ത പണിയെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നാട്ടിലോട്ടല്ല വിട്ടത്, കൊച്ചിയിലേക്കാണ്. അപ്പോൾ കൊച്ചിയിലേക്ക് എന്തിനു അയച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരെ വിവരക്കേടെന്ന് നമുക്ക് പറഞ്ഞാൽ മതി, അതേ ചെയ്തോളൂ. അദ്ദേഹത്തിന് ഒരു ശരിയായ മനോനിലയുള്ള ഒരു മനുഷ്യനായിരുന്നില്ല. അദ്ദേഹം ഇവിടെ വന്നു, ഇറങ്ങി, അപ്പോൾ അതിങ്ങനെ അലഞ്ഞ് നടന്നു. നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണ്. അത് അലഞ്ഞ് നടന്നു. വെള്ളം പോലും കുടിക്കാൻ കിട്ടുന്നില്ല, ഒന്നുമില്ല. അങ്ങനെ കിടന്നപ്പം അദ്ദേഹത്തിനെ പോലീസ് പിടിച്ചു. അപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായല്ലോ ഇതുപോലെ വഴിതെറ്റി വന്നേക്കുന്ന ആളാണെന്ന്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സോ അതൊന്നും ചോദിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല. എന്നാൽ കയ്യിലുള്ള രേഖകളൊക്കെ പരിശോധിച്ചിരുന്നെങ്കിൽ അവർക്ക് ഈ അഡ്രസ്സ് എടുക്കാം, ആ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് ബന്ധുക്കളെ ഒക്കെ ആരെങ്കിലും കോൺടാക്റ്റ് ചെയ്തെടുക്കാം, ഇതൊക്കെ ചെയ്യാം. അതൊന്നും അവർ ചെയ്തില്ല. പോലീസുകാർക്ക് അതിനൊന്നും യാതൊരു കാര്യമുള്ളതല്ലല്ലോ, അത് ചെയ്തില്ല. അപ്പോൾ ഇയാളെ നേരെ അവർ ഇന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടാക്കി, കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ. അവിടെ ചികിത്സയിലിരിക്കുന്ന സമയത്ത് അവിടുന്ന് ഇറക്കി അങ്ങ് വിട്ട് വീണ്ടും. അതെന്തിനാ ഇറക്കി വിട്ടതെന്ന് ചോദിച്ചാൽ ഈ പോലീസുകാർക്കും അറിഞ്ഞുകൂടാ, അതുപോലെ ആശുപത്രിക്കാർക്കും അറിയാൻ വയ്യ എന്തിനിറക്കി വിട്ടെന്ന്. ഇറക്കി അങ്ങ് വിട്ടു. പിന്നെ അയാളെ കാണാനില്ല. അവസാനം ഇയാളെ തപ്പി അയാളുടെ മകൻ കണ്ടുപിടിച്ചു, ഇവിടെ കൊച്ചിയിലാണ് വന്നേക്കുന്നത്, ഇറങ്ങിയെന്ന്, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് വിവരം അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ആ ചെറുപ്പക്കാരൻ വാങ്ങിയെടുത്തു. ആ വിവരം സംഘടിപ്പിച്ചുകൊണ്ട് അയാൾ നേരെ ഇവിടെ വന്നു. ഇവിടെ വന്ന് അയാളെ കൊച്ചിയിൽ ഏതാണ്ട് 10-30 ദിവസം അയാളെ നോക്കി മുഴുവൻ നടന്നു, കണ്ടുകിട്ടിയില്ല. എവിടെ എങ്ങോട്ട് പോയെന്നൊന്നും അറിയാൻ വയ്യ. ഒരുപാട് പേരെടുത്ത് പടമൊക്കെ ഫോട്ടോയും ഒക്കെ കാണിച്ച് ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് നടന്ന് അന്വേഷിക്കുക. കാരണം ഇവിടെ പോലീസ് സംവിധാനമൊന്നും ഇതിനു വേണ്ടി ഒന്നും നിന്നു കൊടുക്കത്തില്ലല്ലോ. ആ പോലീസുകാരൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ ഇത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളായിരുന്നു. അവസാനം കണ്ടെടുത്തു കേട്ടോ. എന്താണെന്നറിയോ, കുറേ ശരീരഭാഗങ്ങൾ അദ്ദേഹത്തിൻ്റെത്. അങ്ങനൊരു സംശയം, ഇത് ലാമയുടേതാണെന്ന് ഉള്ള ഒരു സംശയം വന്നു. പിന്നെ ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു. DNA ടെസ്റ്റ് നടത്തണം, ഇത് തിരിച്ചറിയാൻ. നോക്കിയപ്പോൾ DNA പരിശോധിച്ചു. അവസാനം അതിൻ്റെ ടെസ്റ്റ് വന്ന് ഇന്നലെയാണ് ആ ടെസ്റ്റ് വരുന്നത്. അതിൻ്റെ ഫലം വന്നു. ഈ ലാമയുടെ തന്നെയാണ്, സൂരജ് ലാമയുടെ തന്നെയാണ് ഈ ശരീരഭാഗങ്ങൾ. മുഴുവനായിട്ടില്ല, കുറച്ചൊക്കെ ഉള്ളൂ. അങ്ങനെ അവർക്ക് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു മൃതദേഹം. അവർ ഇന്നിപ്പോൾ ആ മൃതദേഹം ഏറ്റുവാങ്ങി കളമശ്ശേരി തന്നെ ശ്മശാനത്തിൽ സംസ്കരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നറിയും, ഒരു മനുഷ്യൻ, അപ്പോൾ അയാൾ ഏതാണ്ട് മരിച്ച് ഏതാണ്ട് 10-27 ദിവസം കഴിഞ്ഞാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഈ ശവശരീരം പോലും കണ്ടെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പ്രദേശം ഇവിടെ നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ഒക്കുമോ? ഉണ്ട്. അവിടെ കുറ്റിക്കാട് നിറഞ്ഞ ഒരു പ്രദേശമാണ് HMTയുടെ സ്ഥലം. ഏതായാലും ഇന്നിപ്പോൾ ആ ലാമയുടെ ഭാര്യ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എല്ലാവരെയും അടുത്തും അവർ നീതി കിട്ടണം എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു. അതായത് അവർ പറയുന്നത് ഇതൊരു മരണമല്ല, ഇതൊരു സാധാരണ ഒരു മിസ്സിംഗ് കേസായിട്ട് നിങ്ങൾ കാണരുത്, ഇതൊരു കൊലപാതകമാണ് എന്നാണ് തിരിച്ചു പറയുന്നത്. എങ്ങനെ മരിക്കാനിടയായി, അത് പോസ്റ്റ്മോർട്ടം ഒക്കെ തിന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇനി ആരെങ്കിലും കൊന്നാണോ അതോ സ്വന്തമായിട്ട് മയങ്ങി വീണ് അവിടെ കിടന്ന് മരിച്ചു പോയതാണോ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. എന്തായാലും ശരി, ഒരു മനുഷ്യനാണെന്ന് നമ്മൾ ആലോചിക്കണം. അയാളിങ്ങനെ വന്ന് പെട്ടുപോയി. അയാളെ സഹായിക്കാൻ ആരുമില്ലായിരുന്നല്ലോ. അയാൾ കുടിവെള്ളം പോലും കിട്ടാതെ അയാൾ അലഞ്ഞു കിടന്നു. ഒരു വന്യവയോധികനായ മനുഷ്യനാണ്. അയാൾക്ക് വേറെ മാർഗമൊന്നുമില്ല, അയാൾക്ക് അറിയില്ല എന്താണെന്നൊന്നും. ഏതായാലും അയാളെ ഇറക്കി വിട്ട പോലീസുകാർ, ആശുപത്രി കൊണ്ടാക്കിയ പോലീസുകാരുണ്ടല്ലോ, മിടുക്കന്മാരാണ് അവർക്കൊക്കെ വല്ല താമ്രപത്രം വല്ലതും എടുത്ത് കൊടുക്കണം കേട്ടോ. കാരണം ഇങ്ങനെ ഒരാളെ കണ്ടുകിട്ടിയിട്ട് അയാൾ ഇവിടുത്തുകാരനായി എന്താണെന്നൊന്നും അന്വേഷിക്കാതെ കൊണ്ട് കളഞ്ഞതിന്, അന്യസംസ്ഥാനത്ത് വന്ന ആളാണെന്നറിയാം, തെറ്റി ഇറങ്ങിയ എയർപോർട്ടിൽ ഇറങ്ങിയ ആളാണ്.
ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ ആശുപത്രിക്കാർ, പോലീസുകാർ ആശുപത്രി കൊണ്ടാക്കി, ആശുപത്രിയിൽ നിന്ന് എങ്ങനെ പോലീസിനെ അറിയിക്കാതെ ഇയാളെ പറഞ്ഞു വിട്ടു? അല്ലെങ്കിൽ എവിടേക്ക് പറഞ്ഞു വിട്ടു? അതിന് അവർ സമാധാനം പറയണ്ടേ? ഇതൊരു മനുഷ്യനോടാണ് ഇത് ചെയ്തത്, ഒരു മനുഷ്യജീവിയോടാണ് ഈ പെരുമാറ്റം. അവസാനം അയാൾ ഒരു കാട്ടിൽ പുഴുവരിച്ച് മരിച്ചു കിടക്കുന്നു. അങ്ങനെ ആ മൃതശരീരം പോലും മുഴുവനായിട്ട് അവർക്ക് കാണാൻ കിട്ടുന്നില്ലല്ലോ. വളരെ കഷ്ടമാണ്. അവർ ഏതായാലും ഈ ബാക്കി റിമൈൻസ് ഭൗതിക ശരീരത്തിൻ്റെ ഭാഗങ്ങളേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങോട്ട് നാട്ടിലേക്ക് കൊണ്ടുപോകണ്ട എന്ന് തീരുമാനിച്ചാണ് ഇവിടെ സംസ്കരിക്കുന്നത്. ആ സ്ത്രീയുടെ കരച്ചിൽ കാണണം, ഈ ലാമയുടെ ഭാര്യ. നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണ് അവർ. അങ്ങനെയുള്ളവരുടെ ഭർത്താവാണ് ഇതേപോലെ അലഞ്ഞ് നടന്ന് വെള്ളം കിട്ടാൻ പോലും മാർഗമില്ലാതെ, കുടിവെള്ളം പോലും കിട്ടാതെ അലഞ്ഞ് നടന്ന് അവസാനം മരണപ്പെട്ടത്. അത് കൊലപാതകമാണെന്ന് ലാമയുടെ ഭാര്യ പറയുന്നു. ശരിക്കും കൊലപാതകം തന്നെയല്ലേ? അതിലെ കൊലയാളികൾ ആരാണ്? ഇയാളെ സഹായിക്കാതിരുന്ന എല്ലാവരും അതിനകത്ത് ഭാഗഭാഗികളല്ലേ? അയാളെ കൈ കിട്ടിയ പോലീസുകാർ, വിമാനത്താവള അധികൃതർ, പോലീസ്, ആശുപത്രി, ഇതെല്ലാം കുവൈറ്റിനെ അങ്ങ് വിട്ടോളൂ. കാരണം നമുക്ക് അവരെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. അവരവിടുന്ന് ഡീപ്പോർട്ട് ചെയ്തു. അവർ തെറ്റായ ഫ്ലൈറ്റിൽ കയറ്റി വിട്ടതാണ് പ്രശ്നമായത്. അതിന് അവർ ഉത്തരവാദികളാണ്. ഇത്രയും ആളുകൾ ഇതിന് ഉത്തരവാദിയാണ്. എന്നിട്ട് ഇവിടെ ഒരു മനുഷ്യൻ ഇറങ്ങി ഇങ്ങനെ നടന്നിട്ട് അയാളെ കണ്ടുപിടിക്കാൻ ഒക്കാതെ പോയ വ്യവസ്ഥിതി നമ്മുടെ ആ ചെറുപ്പക്കാരൻ വന്നിവിടെ അലഞ്ഞ് നടന്നു ഇഷ്ടംമാതിരി ദിവസം. അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടി. എല്ലാം കണ്ടവരുടെ അടുത്തെല്ലാം ചോദിച്ച് ഇറങ്ങി ഇവിടെ എല്ലാം നടന്നു, കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. മനുഷ്യത്വം ഇല്ല ആർക്കും. മനുഷ്യത്വം മരവിച്ചു പോയി, മനുഷ്യത്വം മരിച്ചുപോയി എന്ന് വേണം കാണാൻ. കഷ്ടമാണ് ഈ ഒരു മനുഷ്യനെ ഇറങ്ങി നടന്നത്. അപ്പോൾ എന്തായാലും ഹൈക്കോടതി അതിനകത്ത് ഒരു ആക്ഷൻ എടുക്കാനും ഒക്കെ ഉള്ള ഒരു താല്പര്യം കേരള ഹൈക്കോടതി കാണിച്ചിട്ടുണ്ട്. സന്തോഷകരമായ കാര്യമാണ്. ഈ ലാമയുടെ ഈ തിരോധാനത്തിന് പിന്നിൽ എന്താണ് എന്നുള്ളത് ശരിക്കും അന്വേഷിക്കേണ്ടതാണ്. അന്വേഷിച്ചെടുക്കണം. അയാൾ എങ്ങനെ മരണപ്പെടാനിടയായി എന്ന് അന്വേഷിക്കണം. ഇല്ലെങ്കിലത് ഒരു ലാമയുടെ ഭാര്യ പറയുന്ന പോലെ ഇതൊരു മിസ്സിങ് കേസല്ല, ഇത് കൊലപാതകമാണ് എന്ന് പറഞ്ഞാൽ അർത്ഥത്തിൽ അത് ശരിയാണ്. ഒരു മനുഷ്യൻ ഇറങ്ങി വന്നിട്ടേ അയാളെ കാണാൻ കിട്ടിയില്ല. ഫ്ലൈറ്റിൽ ഇറങ്ങിയ ആളാണ്, അയാളെ പിന്നെ കാണാനില്ല. അയാൾ അലഞ്ഞ് നടക്കേണ്ടതായിട്ടൊന്നും, ആഹാരമില്ല, വെള്ളം കുടിക്കാനില്ല, അയാളെ പണമില്ല, ഒന്നുമില്ല, അയാൾക്ക് അറിയില്ല ഒന്നും. ആ രീതിയിലുള്ള ഒരു മനുഷ്യനെ ഇങ്ങനെ മരണപ്പെടാനിടയായാലുണ്ടല്ലോ, അതൊരു മിസ്സിങ് കേസല്ല. ലാമയുടെ ഭാര്യ പറയുന്ന പോലെ അത് കൊലപാതകമാണ്.